മുതലാളി, അമ്മയും ഇല്ല കുമ്മയും ഇല്ല, കോവിലിൽ പോയിരിക്കുകയാണ്. കുറച്ചു നേരം ഇതുപോലെ അങ്ങ് നിക്ക്. എന്താ സുന്ദരിക്കുട്ടി ക്ഷീണിച്ചിരിക്കുന്നത്? ഇപ്പോഴും നിങ്ങൾ എന്നെ ഒട്ടും ഗവനിക്കാറില്ലല്ലോ. ചേടാ, അതിനല്ലേ ഈ ഏർപ്പാട്. കുഞ്ഞമായും ചെക്കനില്ലേ ഒരേ റൗണ്ടിൽ തന്നെ മറിഞ്ഞു വീണെന്ന് തങ്കപ്പനെല്ലാം പറഞ്ഞില്ലേ? പറഞ്ഞിട്ടുണ്ട്. മറ്റാരും അറിയാതെ വേണ്ടതുപോലെ ചെയ്തേക്കണം. എന്താ? ശരി. തലയിലെടുത്ത് നോക്കു മനുഷ്യ, ഭാര്യയെ പോലെയായി വെപ്പാട്ടി. അടുത്തതെങ്കിലും ഒരു നല്ലതിനെ പിടിക്കണം. അയ്യോ 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 കണ്ണാട്. അയ്യോ അമ്മ, സോറി. അമ്മ ഇന്നലെ രാത്രി അടി കൊണ്ട് തല്ലി. പിന്നെ തങ്ക കല്ലരിൽ എന്തോ കുടിക്കാൻ തന്നു. തല ചുറ്റുന്നു. കണ്ണാടി എന്താ പണി? കണ്ണാടി കാലിലായിട്ടിരിക്കുന്ന. പിന്നെ അമ്മ എന്നോടൊന്നും പറയണു ഇതൊന്നും കുടിക്കാൻ തരണ്ടെന്ന്. എന്താ അനിയത്തി? അയ്യോ അമ്മേ അമ്മേ. കരയാതെ കുട്ടി, കരയാതെ. എന്താ നടന്നതെന്ന് ഭയപ്പെടാതെ പറയാം. മുറി അടിച്ചു വരിക്കൊണ്ടിരിക്കുമ്പോ അശോക യജമാനൻ എന്നെ ചീത്തയാക്കി. ധൈര്യമായിട്ട് ഈ മാതിരി കൃത്യം ചെയ്യാൻ പോയിരുന്നു. ഞാൻ മിണ്ടി പോകരുത്. തൊഴിലാളികളെന്ന എന്റെ ജീവന്റെ ജീവനാണ്. അവർക്കൊരു ദുഃഖം വന്നാൽ എനിക്ക് താങ്ങാൻ പാടില്ല. ആ പെണ്ണ് നമ്മുടെ കുടുംബത്തെ കൂടെ പറഞ്ഞൊരു സഹോദരിപ്പനാണ്. അവർക്ക് പോലും ദ്രോഹം ചെയ്യാൻ തോന്നിയല്ലോടാ. കുടുംബത്തിന്റെ അന്തസ് നശിപ്പിച്ചാലോടാ. ഞാൻ പോടാ. മതി, മ്യൂസിക് നിർത്തണം. എടോ, നീ ആ പെണ്ണിനെ എന്താണ് ചെയ്തത്? ഞാനൊന്നും ചെയ്തില്ല സാർ. നീ ഒന്നും ചെയ്യാതെയാണ് ഇവര് കറയുന്നത്. എന്താണ് മിസ്? നിങ്ങൾ പറയൂ, എന്ത് പറ്റി? ഈ റാസ്കൽ എന്നെ ചീത്തയാക്കി. അയ്യോ, ചീത്തയാക്കി കഴിഞ്ഞോ? ചീത്ത ആയതിനു ശേഷം രക്ഷിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്യും? ഓ, ഉടനെ തന്നെ രണ്ടാമത്തെ പ്രാവശ്യം ചീത്തയാക്കിയോ? ഇവനെന്താ തിന്നുന്നത്? എടാ പയ്യ, നമുക്ക് പെണ്ണ് വേണോ? തിരിയിടാക്കി ഞാൻ തരാം. തിരിയിടാ. ജയപാൽ, അമ്മ ചത്തവൻ എങ്ങനെ ജീവിച്ചു വന്നിരിക്കുന്നു വിചാരിക്ക? ഞാൻ പ്രേതമാ. ആ പ്രേതത്തിന് കാലിലൊന്നും ഞാവനാ പറഞ്ഞത് ഉണ്ട്. എന്നാ ആരും കണ്ടു പിടിച്ചില്ല. ബേബി കണ്ട, ഇവള് നമ്മളെല്ലാവർക്കും സഹോദരിമാതിരിയാണ്. ഇവളുടെ മേൽ നിങ്ങളുടെ പുത്രൻ കൈവച്ചു. അതുകൊണ്ട് അവന്റെ മുതുകിൽ ഞാൻ കൈവച്ചു. സോറി, ബെൽറ്റ് വെച്ചു. ഇപ്പൊ നിങ്ങൾ അവന്റെ പക്ഷം പറയാൻ വന്നാൽ നിങ്ങളുടെ മുതുകിലും ബെൽറ്റ് വയ്ക്കും. അങ്ങോട്ട് നോക്ക്. വില്ലുംപടി ഇത് എന്റെ ഹോട്ടലാണ്. ഓടുന്നു നിന്ന് വാങ്ങിക്കാം.
അടി. അരുത് അരുത് ഭൂതമേ, വയസ്സുകാലത്ത് എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? നിനക്കെല്ലാം ഒരു പാന്റ് ഷർട്ട് വലിയ ആർപ്പാടം. ഞാൻ പ്രേതമാണെന്ന് പറഞ്ഞ് വിശ്വസിച്ച് മിണ്ടാതെ അടിയെല്ലാം വാങ്ങിച്ചു കിട്ടിയില്ലേ? നിന്നെ പോലെ 10 പേര് ജനിച്ചാൽ നാട് ഗുണപ്പെടില്ല. ഞാൻ ആരാണെന്നറിയോ? കണ്ടാ നിന്റെ പേരെ കിട്ടിയുടെ കളി. എന്താ എന്റെ അച്ഛനെ എന്താ കണക്ക് പഠിപ്പിച്ചു കൊടുത്തേ? 2 ഉം 2 ഉം 4. 4 2 2 5. 2 ഉം 2 ഉം 5. കേൾക്കുന്നില്ലേ? നല്ലപോലെ പറ. 5. പ്രായപൂർത്തിയായില്ലേ? എന്തിനാ കാണിക്കുന്നേ? 2 2 5. 2 2 5. വീണ്ടും പറ. 2 2 5. ഇവർ കേൾക്കണ്ടേ? സാർ 2 2 5. ഇനി ഇയാളോട് പറ. സാർ 2 2 5. കേട്ടോ? 2 ഉം 2 ഉം 2 2 5. 2 2 5. പറ. പറഞ്ഞോണ്ട് എന്താ 2 2 5. കറങ്ങുന്നു? കറങ്ങി വീണ്ടും വീണ്ടും കാണിച്ചു. എന്നാ വീണോ? അതൊക്കെ വേണം. മാർബിൾ ഫ്ലോർ ആക്കാം. കരയാതെ മിസ്, നിങ്ങൾക്ക് ഞാൻ ജീവിതം തരുന്ന